സുഹൃത്തുക്കളെ, വളരെ സസ്പെൻസിൽ കാത്തിരിക്കുന്ന ഒരു റിസൾട്ടാണ് ഈ ഹൈസ്കൂൾ മോണാക്കിന് ഒരു വേറെ സംഘനൃത്തത്തിൽ കഴിഞ്ഞ് അത് വരാനുള്ള ഒരു സമയത്തിൻ്റെ പ്രശ്നം വന്നു. നമ്മൾ കാത്തിരുന്നു. മൊത്തം 50 പേരാണ് മോണാക്ട് അവതരിപ്പിച്ചത്. നേരത്തെ എല്ലാ ജഡ്ജസും പറഞ്ഞ പോലെയുള്ള തിയറികൾ ആവർത്തിക്കുന്നില്ല. ഞാൻ വേറൊരു ആംഗിളിൽ കൂടെ പറയാം. 30 നമ്മൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 300 സെക്കൻഡാണ്. ഈ 300 സെക്കൻഡിനെ നമ്മൾ ഒരു തീം, ഒരു സെൻട്രൽ തീം അല്ലെങ്കിൽ ഒരു കഥയുടെ അംശം അല്ലെങ്കിൽ നമ്മൾ കണ്ടംപററി ഒരു നമ്മുടെ സമകാലിക വിഷയം എടുത്തിട്ട് 5-6 ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിൽ എങ്ങനെ പേപ്പർ വർക്ക് ചെയ്യുന്നു, എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്ന് പറയാറുണ്ട്, ഒരു സെക്കൻഡ് പോലും വെറുതെ നടക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. നമ്മൾ ആ തീമിൽ നിന്നുകൊണ്ട് വേണം ആ സ്പേസിനെ ചലനാത്മകമാക്കാൻ, ഡൈനാമിക് ആക്കുക എന്ന് പറയും. അത് സ്റ്റേജ് ബിസിനസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയൊക്കെ ആക്ടിവിറ്റീസ് നമ്മുടെ കൈകാലുകളും വിരലുകളും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുവോ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ തന്നെ സിനിമയിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല മോണാക്ട്. ഇതൊരു 10 ഡിഗ്രി എക്സാജറേഷനിൽ സ്റ്റേജ് പെർഫോമൻസിൽ ആക്ട് എന്നുള്ള രീതിയിൽ വരും. സിനിമയിൽ ആക്ട് ഇല്ല, സിനിമയിൽ മാത്രമാണ് ബിഹേവ് ഉള്ളത്. ഇവിടെ നമ്മൾ സാധാരണ പോലെ ബിഹേവ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ഈ ഓഡിറ്റോറിയത്തിന് അറ്റം വരെ കിട്ടുന്ന രീതിയിൽ മൈക്ക് സിസ്റ്റം ചിലപ്പോൾ അത് മർമറിന്ന് അങ്ങനെ എത്താതെ പോകും. അപ്പോൾ മർമർ ചെയ്യുന്നതിന് തിയേറ്ററിൽ ഒരു ടെക്നിക്ക് ഉണ്ട്, കുറച്ച് ബ്രീത്ത് കൂട്ടിയിട്ടാണ് മർമർ ചെയ്യുന്നത്. ഇപ്പൊ ഷേക്സ്പിയർ നാടകത്തിൽ സോളിലോക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. 2 നടന്മാരറ്റത്ത് നിന്നിട്ട് ആത്മകഥ പറയും. പക്ഷെ ലോകത്തിലെ എല്ലാവർക്കും കേൾക്കാം. അലറി പറയുക അല്ല ഒരു സീന്, എന്നാൽ സാധാരണ സിനിമയിലെ പോലെ ഡബിങ്ങിൽ മർമർ ചെയ്യുന്ന രീതിയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ കൊല്ലണം അങ്ങനെയല്ല പറയാം, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആരും പറയും. അവ ജീവിതത്തിൽ പറയുന്ന സ്വാഭാവികമായ മർമറിങ്ങാണ് സിനിമയ്ക്ക് വേണ്ടത്. ഇവിടെ നമ്മൾ ഒരു എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് മർമറിങ്. അവിടുത്തെ ലണ്ടനിലെ നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് അതൊരു സ്വകാര്യം പറയാം. അറ്റത്ത് നാട് പറയുന്നത് ഈ അറ്റത്ത് ആ കേൾക്കോ എന്നുള്ളത് അവർക്ക് ബുദ്ധിയുണ്ട്, അവർക്കറിയാം അതാണ് അതിന്റെ ടെക്നിക്ക്. അതുപോലെ മോണാക്ടിൽ നമ്മൾ ഈ ബാക്കിലേക്കൊക്കെ പോകുമ്പോഴും മൈക്ക് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴും സാധാരണ പോലെ പറയുന്നത് ഇതേപോലെ ഒരു ചെറിയൊരു എക്സ്ട്രാ എനർജിയിൽ അലറി പറയാനും പാടില്ല, അതേ സമയത്ത് മർമറിങ് ആവാൻ. അപ്പൊ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഓരോ സെക്കൻഡിനെയും നമ്മൾ എടുത്തിട്ട് യൂണിറ്റ് ഇപ്പോൾ 5 മിനിറ്റിന്റെ അടുത്ത് അത്ര യൂണിറ്റ് വരും. ഓരോ യൂണിറ്റും അടുത്ത യൂണിറ്റിലേക്ക് നിറച്ച് ചെയ്യുന്നത്, ലൈറ്റ്സ് ചേരുന്നത് ഫ്ലവർ ചെയ്യുന്ന പോലെ വിടർന്ന് വരുന്ന രീതിയിൽ അവിടെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ചലനം ഉണ്ടാവില്ല, ഒരു നോട്ടം പോലും ഉണ്ടാവില്ല. നമ്മൾ സംശയിച്ചിങ്ങനെ ഒരു ചെറിയൊരു നോട്ടം പോലും ആവശ്യമില്ല എന്നുള്ളതാണ്. അത്രയും കൊത്തുപണി ചെയ്തിട്ടാണ് മോണാക്ട് വരുന്നത്. അതിനകത്ത് ഫേസിന്റെ എക്സ്പ്രഷൻ, കണ്ണിന്റെ എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്, പേരുവിരൽ വരെ എങ്ങനെ ടോട്ടൽ ഊർജ്ജമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് നല്ല കടഞ്ഞെടുത്തൊരു പണിയാണ്. അതാണ് സ്റ്റേറ്റ് വിൻ ചെയ്യുന്ന മോണാക്ടിന്റെ നമ്മൾ കാണുമ്പോൾ ഞെട്ടിപ്പോകുന്ന ചില മോണാക്ടുകൾ. അപ്പൊ നമ്മളെപ്പോഴും എ ഗ്രേഡ് കിട്ടിയെന്നുള്ളതല്ല, അതിന്റെ അറ്റത്തേക്ക് പോയിട്ട് ജില്ലയിൽ നിന്ന് വിൻ ചെയ്യുന്നത് ഇതിനൊക്കെ എന്തൊക്കെ ഹാർഡ് വർക്ക് ചെയ്യണം, ഫിസിക്കൽ തിയേറ്റർ എങ്ങനെ ഉപയോഗിക്കണം, വോയിസ് കൾച്ചർ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധിച്ചിടപെട്ടിട്ട് നല്ല ട്രെയിനറെ തന്നെ വെച്ച് വേണം. നമ്മൾ യൂട്യൂബ് കണ്ടു അധ്യാപകർ വീട്ടിൽ മാതാപിതാക്കൾ ലാഭം നോക്കി പഠിപ്പിച്ചാലൊന്നും കിട്ടില്ല. നല്ലൊരു ട്രെയിനറെ വെച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ പരിമിതി 3 മൈക്കിലേക്ക് അങ്ങോട്ട് നടക്കുന്ന പരിമിതി വരുന്നുണ്ട്. അത് ഒഴിവാക്കിയിട്ട് വളരെ അപൂർവം മോണാക്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. മൈക്ക് അനൗൺസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്, ബാക്കി ക്യാരക്ടറിന്റെ ആക്ടിവിറ്റിയിലൂടെയാണ് പോയത്. അങ്ങനെ വരുന്ന മോണാക്ടുകളെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. വിഷയം ആവർത്തിക്കുന്നുണ്ട്, നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്ന പക്ഷെ ഇപ്പൊ കൊല്ലേണ്ടത് ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ കാലം 20 വർഷം മുമ്പ് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന അതേ ഡയമെൻഷനാണ്. അതിനെ നമ്മൾ പൊട്ടിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കൂടി കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായി. കൊല്ലേണ്ടത് എങ്ങനെയെന്നുള്ളത് നമ്മൾ പലസ്തീൻ വാറും മണിപ്പൂരിൽ കലാപമായിട്ട് കണക്ട് ചെയ്യുന്നതോടൊപ്പം ഒരു ഷിഫ്റ്റ് വരുത്താൻ പറ്റുന്നതാണ് അതിന്റെ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് കണ്ടംപററി ആവുന്നത്. അപ്പൊ അങ്ങനെ ഏത് വിഷയം എടുക്കുമ്പോൾ അങ്ങനെ കണ്ടംപറൈസ് ചെയ്യാൻ അവസാനത്തെ ഒരു മിനിറ്റ് വിനിയോഗിക്കാൻ പഠിച്ചാൽ ഒരു അത്ഭുതം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് എ ഗ്രേഡുകൾ വന്നിരിക്കുന്നത് കോഡ് നമ്പർ 1, 2, 3, 4, 5, 6, 7, 9 ഓർഡർ തന്നെയാണ്, മാറ്റപ്പെടുന്നില്ല. 1 എ ഗ്രേഡാണ്, കയ്യടിക്കൂ. 2 എ ഗ്രേഡാണ്, 3 ഇച്ചിരി വീക്കായതുകൊണ്ട് ബി ഗ്രേഡിലേക്ക് പോയി. 4 എ ഗ്രേഡാണ്, 5 എ ഗ്രേഡാണ്, 6 എ ഗ്രേഡാണ്.
7 ബി ഗ്രേഡാണ്, 8 എ ഗ്രേഡാണ്, ലാസ്റ്റ് കളിച്ചതും ബി ഗ്രേഡാണ്. അവരുടെ പ്രശ്നമാണ്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ നമുക്ക് 9-ൽ 3 ബി ഗ്രേഡും 6 എ ഗ്രേഡുമാണ്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഒരു 1, 2, 3, 4 സ്ഥാനങ്ങളൊക്കെ വരുന്നവരെ സംബന്ധിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. വളരെ ഹാർഡ് വർക്ക് ചെയ്താൽ മുന്നോട്ട് പോകാം എന്നുള്ളിടത്ത് ട്രെയിനിങ് ഉണ്ട് എന്നുള്ളത് അറിയാം. പക്ഷേ ഈ പറഞ്ഞ കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം എന്നുള്ളതാണ്. നമ്മളതുകൊണ്ട് ജില്ലയിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് വളരെ കണ്ടംപററി ഇന്ത്യയുടെ ഒരു വിഷയം. അത് പൊളിറ്റിക്കൽ വിഷയമാണ്. അത് വളരെ ആഴത്തിൽ സ്പർശിക്കുന്ന രീതിയിൽ ആ വിഷയത്തെ ഷഡ്ഡുലമാക്കി ഓരോ സെക്കൻഡിനെയും ശില്പഭംഗിയിലൂടെ ഒരു ചെറിയ ഗ്യാപ്പ് പോലും തരാതെ എത്രയൊക്കെ ശില്പങ്ങൾ ബോഡി ലാംഗ്വേജ് കൊണ്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്ത മോണാക്റ്റാണ് കോഡ് നമ്പർ 5. അപ്പോൾ അത് ഒരു നവീനമായ അനുഭവം തന്നെയായിരുന്നു. ബാക്കിയുള്ളതെല്ലാം നേരത്തെ പറഞ്ഞ 3 ബി ഗ്രേഡ് ഒഴിച്ച് ബാക്കിയെല്ലാം എ ഗ്രേഡുകളാണ്. വീണ്ടും ഗംഭീരമായിട്ട് തന്നെ ഈ വേദി ഉപേക്ഷിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഭാവിയുണ്ട്. നല്ല നടീനടന്മാരായിട്ട് വരട്ടെ. നമ്മുടെ കഴിഞ്ഞ സിനിമയിൽ കണ്ടില്ലേ, ആരും പ്രതീക്ഷിക്കാത്ത ഒരു സെലിബ്രിറ്റി അല്ലാത്ത ഒരു പെണ്ണിനാണ് നടി കൊടുത്തിരിക്കുന്നത് ഫെമിനിസ്റ്റ് പാർട്ടി. അപ്പൊ അങ്ങനെ ഒരു ലോകം അപ്പുറത്ത് വേറെ തുറന്നു കിടക്കുന്നുണ്ട് എന്നും കൂടി പറയാണ്. ഓക്കെ, താങ്ക് യു.